കലിതുള്ളി പെയ്യുന്ന തുലാവർഷ മഴയ്ക്കൊപ്പം കാട്ടാന ശല്യത്തിലും പൊറുതിമുട്ടി ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ. ബീൽറാം, പന്തടിക്കളം അടക്കമുള്ള മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിനാശം. കാട്ടാനകൾ കൂട്ടമായി എത്തിയിട്ടാണ് കൃഷി നശിപ്പിക്കുന്നതെന്ന കർഷകർ. പട്ടയ സ്ഥലത്തെ കൃഷിവിളകൾ നശിപ്പിച്ചിട്ടും ₹1 നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു. നിലവിൽ വിളവെടുപ്പ് നടക്കുന്ന തോട്ടത്തിലെ ഏലച്ചെടികളാണ് കാട്ടാനകൾ കൂട്ടമായിട്ടെത്തി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ ബീൽറാവിന് സമീപം ഈട്ടിത്തരി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ മഴ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒപ്പം തന്നെ കാട്ടാന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാന കൂട്ടങ്ങൾ ഇറങ്ങി അടിച്ചു നശിപ്പിച്ചിരിക്കുന്നത്. ഏലമേഖലയിലാണ്. ഏലത്തിന് ഇപ്പോൾ വിളവെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഏലം പൂർണ്ണമായും കാട്ടാന കൂട്ടങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തി എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. നമുക്കൊപ്പം കർഷകനുണ്ട്. ചേട്ടാ, ഇവിടെ തന്നെയാണ് വീടല്ലേ? ഇവിടെ തന്നെ ബീൽറാവ് തന്നെയാണ് വീട്. ഇത് എൻ്റെ സഹോദരൻ്റെ സ്ഥലമാണ്. ആന വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഈ 15 ദിവസത്തിനിടയ്ക്ക് ഈ ബീൽറാവ്, പന്നിയാറ്, ആനയിറങ്ങല്, സിംഗണ്ടം ഈ മേഖലയിൽ വ്യാപകം. അതായത് ആന പകല് പട്ടയ സ്ഥലങ്ങളിൽ പോലും ആന പകൽ സമയങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് ആളുകളുടെ RRTക്കാർ മെസ്സേജ് ഇടും, ഇന്ന ആളുടെ സ്ഥലത്തിന് ഭാഗത്തേക്ക് ആന വരുന്നുണ്ട്, അവിടെ പണി തരുമെന്നും പറഞ്ഞുകൊണ്ട്. പട്ടയം പിന്നെ എന്തിനാ ഞങ്ങൾ കൃഷി ചെയ്യുന്നതിനാ? ആന പകൽ വരെ കാടുകളിൽ വന്ന് കാട്ടിൽ നിന്ന് പണിയാൻ പറ്റുക, അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ? മറ്റ് ഈ RRTയുടെ സേവനം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? മറ്റൊരു തരത്തിൽ ആനയെ ഈ കൃഷിയിടത്തിലേക്ക് എത്താതിരിക്കുന്നതിന് അല്ല, കൃഷി സ്ഥലത്തേക്ക് ആന എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല. അവർ കൃഷി സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഏത് ഭൂമിയിലാണോ അടുത്ത ഭൂമിയിലേക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നുള്ളതല്ലാതെ രാത്രി സമയങ്ങളിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. മെസ്സേജ് ഇടുന്നുണ്ട്. മെസ്സേജ് ഇടുന്നത് ഇങ്ങനെയാണ്, അതായത് ഇന്ന ആളുടെ സ്ഥലത്തേക്ക് ആന വരുന്നുണ്ട്, ആ ഭാഗത്തുള്ളവർ നോക്കി സൂക്ഷിച്ച് നിൽക്കുക എന്ന് മാത്രം മെസ്സേജ് ഇടുന്നുണ്ട്. ഈ പട്ടയം തന്ന് ഞങ്ങൾ കൃഷിക്കാരിവിടെ പണിയെടുക്കാൻ പകൽ പോലും ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റിയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഈ പട്ടയവും ഈ സ്ഥലവും ഭൂമി ഇവിടെ? ഈ ഏക്കർ കണക്കിന് കൃഷിനാശമാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനസഹായം നിങ്ങൾക്ക് വനംവകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കില്ല? ഒരു ധനസഹായം ഈ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യം. അത് പല പ്രാവശ്യം അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, കൃഷിഭവനിലൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വീകരിക്കുന്നതല്ലാതെ 10 രൂപ ഒരു കർഷകനും കിട്ടിയതായിട്ട് എനിക്കറിയില്ല ഇവിടെ. ഇത് എൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥലമാണ്. പുള്ളി ഇന്ന് മറ്റേ ഒരു ക്യാൻസർ രോഗിയാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള 1/2 ഏക്കർ സ്ഥലമാണിത്. അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടില്ലേ, 3/4 പാവ് അടിച്ച് തീർത്ത് കളഞ്ഞിരിക്കുന്നു. ഇന്ന് പുള്ളി ആശുപത്രിയിലാണ്. വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആകെ ഉണ്ടായിരുന്ന 1/2 ഏക്കർ സ്ഥലമാണ്. ആ 1/2 ഏക്കർ സ്ഥലം ഇപ്പോൾ പൂർണ്ണമായി നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണാൻ സാധിച്ചു. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എത്രത്തോളം കാട്ടാനകളുണ്ട് ഈ മേഖലയിൽ ഇപ്പം? ഇപ്പോൾ ഏതാണ്ട് ഇവിടെ ഇത് അടിച്ച് കളയാൻ 7 കൂട്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അടിച്ച് നിരത്തി കളഞ്ഞത്. ഇത് ഓരോ ഇന്നിപ്പോൾ ഇത് കളഞ്ഞു, അടുത്ത ദിവസം ഇത് ഈ മേലെ ഈ സൈഡിൽ കൂടെ എല്ലാം ഉള്ള തോട്ടങ്ങളെല്ലാം മുഴുവനും ചെടി നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒന്നാമത് ആ കർഷകർക്ക് ഈ വർഷമാണ് ഈ ഏലം ന്ന് ഒരു 10 രൂപയുടെ വരുമാനം അല്ലെങ്കിൽ ഒരു വിലയിൽ നിന്നും ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. ആ സമയത്ത് ഒരു സാധാരണ ഒരു കർഷകന്റെ ഈ 1/2 ഏക്കർ സ്ഥലം ഇത് മുഴുവനും അടിച്ച് തീർത്ത് കളഞ്ഞതുകൊണ്ട് ഇതൊക്കെ രണ്ടാമത്തെ റൗണ്ട് കായെടുക്കുന്ന സമയമായപ്പോഴാണ് ഇതെല്ലാം ഈ വരുമാനം പൂർണ്ണമായി നിലച്ചു എന്നുള്ള ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ കാര്യം, തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾക്ക് ഇവിടെ കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏലത്തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പണിയരുത് എന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നു. തൊഴിലാളികൾക്ക് അവിടെ സ്വസ്ഥമായി നിന്ന് പണിയാൻ കഴിയാത്ത സാഹചര്യം. ഈ പുറത്തൊക്കെ ആളെ കാവലിന് നിർത്തിയിട്ടാണ് പണിക്കിറക്കുന്നത് അല്ലേ? അതെ. ഇപ്പം എൻ്റെ തോട്ടത്തിൽ പണിയുകയാണെങ്കിൽ ഞാൻ 2-3 ആണുങ്ങളെ ഇതിന് വേണ്ടിയിട്ട് ആന എങ്ങോട്ടും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൂരെ നിർത്തിയിട്ട് ആണ് പണിയണത്. അല്ലെങ്കിൽ നമുക്ക് തൊഴിലാളികളുടെ ജീവന് ഭീഷണിയല്ലേ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഈ ആന ഇവിടുന്ന് ഈ ചിന്നക്കനാലിൽ നിന്ന് ഈ ആനകളെ മാറ്റുമല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല.
വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ ഒരു മേഖലയിൽ, ഈ വിയൽറാവ് പ്രദേശത്ത് തന്നെയല്ല, നിരവധി ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പട്ടയ ഭൂമിയിൽ വെച്ചിട്ട് ഒക്കെയാണ്. ഇതിനൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്ന അധികൃതരെത്തി വലിയ പ്രതിഷേധങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു, ബാക്കി പിന്നെ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ 1 രൂപ പോലും കർഷകന് ധനസഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കൃഷിയൊക്കെ ഇനി പുനരുജ്ജീവിപ്പിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ സർക്കാർ സഹായങ്ങളില്ലാതെ പറ്റത്തില്ല. 2 കാര്യങ്ങളാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, നഷ്ടപരിഹാരം കൃത്യമായി നൽകുക. അത് അടുത്ത കൃഷി ആരംഭിക്കണമെങ്കിൽ, മുമ്പോട്ട് പോകണമെങ്കിൽ അത് കിട്ടാതെ നടക്കില്ല. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സംവിധാനം, ജനവാസ മേഖലയിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് കാട്ടാന ഇറങ്ങി തമ്പടിക്കാതിരിക്കുന്നതിനുള്ള ശക്തമായ പ്രതിരോധം തീർക്കണം എന്നുള്ളതാണ്. ഉറക്കമളച്ച് കാവലിരുന്ന് കാത്തുവെക്കുന്നതൊക്കെയും കാട്ടാന നശിപ്പിക്കുന്ന ഒരു സ്ഥിതി, ദയനീയമായ കാഴ്ച. തുലാവർഷം പെയ്തിറങ്ങുന്നതിനേക്കാൾ ശക്തമായി ഇവരുടെ കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് ഈ കൃഷിയിടത്തിലെത്തുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനൊരു അറുതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സർക്കാരിൻ്റെ ഇടപെടൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ് ഇവിടെ നിന്നും. ക്യാമറമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.